എന്നെ വിളിച്ച് ഉണ്ണിമുത്തൻ തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നെ പോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷമോ മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു. മാർക്കോ മൂവി ഇറങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂസിലെ മെയിനായിട്ട് വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അശ്വിൻ കോക്ക് ആയാലും ജസാം ആയാലും ഉണ്ണി വ്ളോഗ്സ് ആയാലും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് ഉണ്ണി മാത്രം മാർക്കോ എന്ന് പറയുന്ന മൂവി റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ പോയി കമൻസ് ഇടുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരുപാട് കമൻസുകളുണ്ട് എന്തുകൊണ്ട് മാർക്കോ റിവ്യൂ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ണിയുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഈ 2024 പുള്ളിക്കാരൻ എയറിൽ പോയേക്കുന്ന 2-3 വിഷയങ്ങളെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട്. പോരാത്തതിന് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു മൂവിയെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞ റിവ്യൂവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് അത് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതാണ്. കാര്യം ലക്കി ഭാസ്കറിനെ പോലെ നല്ലൊരു മൂവി ഉണ്ണിയുടെ കണ്ണിൽ അത് വലിയൊരു സംഭവമായിട്ട് തോന്നാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. റിവ്യൂ ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിൻ്റെ താഴെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ച് വരുന്നൊരു കമൻറ്റാണ് മാർക്കോയുടെ റിവ്യൂ എവിടെയെന്ന്. ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിൻ്റെ റിവ്യൂ ഞാൻ അന്ന് മുതലേ കാണുന്നതാണ്, ഇപ്പം നീ ഇതിനോട് എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൗകര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ വരുന്നു. ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിലെ വിമർശിക്കേണ്ട 1-2 ഘടകങ്ങളെ പറഞ്ഞു. സിനിമ മോശമാണ്, കച്ചറയാണ്, കാണാൻ പോരുന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്തത് ഇപ്പോഴും ചാനലിൽ കിടപ്പുണ്ട്. അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ എന്നൊന്നും ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ആ റിവ്യൂ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടിയാൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുത്തൻ തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്നെ പോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷമോ മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഞാൻ മേപ്പടിയാൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യണം, എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം. അതായത് ആ റിവ്യൂവിൽ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗലി പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. ഇപ്പോൾ നമുക്ക് റിവ്യൂവേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും വന്നിരുന്ന് പറയുന്ന റിവ്യൂവിൻ്റെ കണക്കല്ല. ശരിക്കും പടം നമ്മളായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ അത് കൊള്ളാമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ അടുത്ത് തന്നെ കുറച്ച് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റിവ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ ഏറിപ്പോയ കുറേ ആൾക്കാരുണ്ട്. അപ്പം അതിനകത്ത് പെടുന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഉണ്ണി ആയാലും. ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് പ്രൊഡ്യൂസർ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൊഡ്യൂസറിൻ്റെ വോയിസ് എടുത്ത് പുറത്തിടുന്നു, അതിനുശേഷം ആ വീഡിയോ മുക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. കഴിവതും എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുക, അതൊന്നും അത്ര ശരിയുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, പലപ്പോഴും ഈ പബ്ലിക് ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ അത് മനസ്സിലാക്കുക. കാര്യം പബ്ലിക്കിന് ആ ഒരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാൾ മാത്രം വന്ന് അതിന് നെഗറ്റീവ് സംസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാവരും കൂടെ എടുത്തു വെച്ച് പൊങ്കാലയിടും. ഇവിടെ പല കേസുകളിലും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ണി പറഞ്ഞ മേപ്പടിയാൻ എന്ന് പറയുന്ന ഒരു മൂവിയെ പറ്റിയിട്ട് പുള്ളിയുടെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ പോലും അതിനുള്ള ആൾക്കാർക്കൊന്നും പേഴ്സണലി ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ഉണ്ണി വിളിച്ച് ഭീഷണിപ്പെടുത്തി എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിളിച്ചതും കാര്യങ്ങളിനകത്തൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അത് വളരെ തെറ്റാണ്. ഉണ്ണിമുകുന്ദൻ വിളിച്ചതിൻ്റെ കേസും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന സിനിമാക്കാർ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടല്ലോ കഴിവതും മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് അവരെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു പ്രയോജനവുമില്ല. കാര്യം എല്ലാം കോണ്ടന്റാണ്. സത്യം പറഞ്ഞാൽ ഇവരും ഈ പറയുന്ന പോലെ കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് മാക്സിമം പബ്ലിക്കിലിട്ട് അത് സെല്ല് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നടക്കുന്നത്. അത് അവരുടെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. ഓക്കെ, അതിനകത്ത് കുറേ ആൾക്കാർക്ക് വിയോജിപ്പുണ്ട്, കുറേ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്. പക്ഷേ കഴിവതും നല്ല പടങ്ങളെ നല്ലതായിട്ട് തന്നെ സ്വീകരിക്കുക, മിസ്ലീഡിംഗ് ആയിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊടുക്കാതിരിക്കുക മാക്സിമം ശ്രമിക്കുക. എന്നാലും ബാക്കിയുടെ കാണാം. ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ കഴുത്തറുത്ത് വിട്ടിട്ടാലും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ളൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു. 6 മാസം കഴിഞ്ഞു, ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി 6 മാസത്തിന് ശേഷം ഒരവസരം കിട്ടുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അവൻ്റെ റിവ്യൂ തൂക്കണം, അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറയുന്ന ഗ്രഡ്ജൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ടോക്സിക്കാണ്. അത് വളരെ
വളർച്ച മുരടിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണിമൂന്നിൻ്റെയോ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ ഭാഗത്തുനിന്ന് ഇൻറ്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക് ആക്കില്ല. അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ഭാഗമായിട്ടുള്ള സിനിമകൾ ഞാൻ കാണും. ഇപ്പോൾ മാളികപ്പുറം വന്നു, അതിനുശേഷം ഷഫീഖിൻ്റെ സന്തോഷം തോന്നുന്നു. അങ്ങനെ ഇവിടെ ഇപ്പം ഉണ്ണി പടം കണ്ടാലും കണ്ടില്ലേലും അവർക്കൊന്നുമില്ല, കാണണമെന്ന് നിർബന്ധവുമില്ല. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വെച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെ പുറകെ നടന്നു പോയി ഇവർ മാപ്പ് പറയണം എടുക്കണം എന്ന് സംസാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു ആ സാധനം വിട്ടു. പക്ഷെ അവരുടെ പുറകെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകുന്നതിനകത്തോട്ടാണ് തെറ്റ്. ഇനി ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ലക്കി ഭാസ്കറിനെ പറ്റി പുള്ളി സംസാരിക്കുന്നുണ്ട്. ലക്കി ഭാസ്കറിന്റെ റിവ്യൂ ഇട്ടത് എനിക്ക് ബേസിക്കലി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ പോലും എന്താ പറയണ്ട, ആ മൂവി ഇൻഡയറക്ട്ലി വൺ ടൈം വാച്ചബിളായി എനിക്ക് അത്ര വർക്ക് ആയില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പുള്ളി ഒന്ന് സംസാരിച്ചത്. അതും ആ മൂവി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഏകദേശം 90% ആൾക്കാർക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഒരാൾ വന്ന് ആ മൂവിയെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാരെല്ലാവരും എടുത്ത് വെച്ച് വലിച്ചു കീറും. ലക്കി ഭാസ്കറിന്റെ റിവ്യൂ പറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പുള്ളി പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓൺ എയർ വിശേഷം എന്ന് പറയുന്നത് അത് ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മറ്റുള്ളവരിടുന്ന റിവ്യൂസ് നോക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വരെയുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ലോസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂവിൻ്റെ അവസാനം ഞാൻ പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു തരാം. സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം എന്നുള്ള രീതിയിൽ വൺ ടൈം വാച്ചബിൾ, അതായത് കൊടുത്ത കാശിന് നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ്. ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടുകൂടി പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു വട്ടം കാണാനുണ്ട്. എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിന് നഷ്ടം തോന്നാത്ത ഒരു അനുഭവമാണ്. സിനിമ മോശമാണ്, തിയേറ്ററിൽ പോകരുത്, കാണരുത്, ഇത്രയും തല്ലിപ്പൊളിപ്പടം എന്നൊന്നും ഞാൻ ലക്കി ഭാസ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ സംസാരിച്ച ആ ഒരു രീതി കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വളരെ മാന്യമായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന പേരിട്ടതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന അതിനകത്തുള്ള വില്ലന്മാരായിട്ടുള്ള ആൾക്കാർ, അതായത് മണ്ടന്മാരായ വില്ലന്മാർ എന്നൊക്കെയുള്ള രീതിയിലും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു വിഷയത്തിൽ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആർക്കായാലും അത് ഗുരു പൊട്ടും. ഇതിനകത്ത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. ആ മൂവി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് കിട്ടുന്ന മൂവി ആയിരുന്നു എന്ന്. പക്ഷേ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു 5 ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ 7 മണിക്ക് അതോ 6 മണിക്കോ, അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിൽ ഇട്ടിട്ട്, അതായത് യൂട്യൂബിൻ്റെ മറ്റേ തംബ്നെയിലില്ലേ അതിൽ ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട്. ആ ഇമോജി അടക്കം സെയിമായിട്ട് ഒരു 2-3 ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക് ആവുകയാണ്. അപ്പോൾ അതിൽ ചില തംബ്നെയിൽ പോലും സെയിം, അത് അവതരിപ്പിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തംബ്നെയിൽ വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ്. അപ്പോൾ ഇത് ഉണ്ണി വ്ളോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നെനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ സംഭവം അതുലും ഡാനി സത്യനും വീഡിയോ ചെയ്തതിനെ പറ്റിയിട്ടാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നത്. ഒരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല. ഇത് രാവിലെ നോക്കിയപ്പോൾ ഇതൊരു കോണ്ടന്റ് ആയിട്ട് തോന്നി. അത് പ്രത്യേകിച്ച് ഉണ്ണിയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പുള്ളിക്കാരന് എന്തുമാത്രം നെഗറ്റീവ് ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നുണ്ട് എന്ന്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ പടം കണ്ടതിൻ്റെയും കൂടെ എക്സ്പീരിയൻസ് എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഇവിടെ തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ ഡയറക്റ്റ് ആയിട്ട് ഉണ്ണിയുടെ ഫോണിൽ വിളിച്ചു വന്ന്. സാധാരണഗതിയിൽ ഉണ്ണിക്കാണ് ഇപ്പം നിരന്തരം ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മേപ്പടിയാൻ്റെ കേസ് പറഞ്ഞു, അതിനുശേഷം ബാഡ് ബോയ്സിന്റെ വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ദുൽഖർ സൽമാനും വിളിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ പുള്ളി പറയുന്നത് ഇങ്ങനത്തെ ഒരു മാതിരി പ്ലാൻഡ് ആയിട്ടുള്ള അറ്റാക്ക് ആണെന്നുള്ള രീതിയിൽ. ലക്കി ഭാസ്കറിന്റെ റിവ്യൂ എടുത്ത് നിങ്ങൾ നോക്കണം, അതിന്റെ കമന്റ് ബോക്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും തംബ്നെയിൽ സെയിം, അതുപോലെ തന്നെ ക്യാപ്ഷൻ സെയിം ആണ്. ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം പടപടപടാന്ന് സംഭവിക്കുകയാണ്. വീഡിയോ ആയിട്ട് വന്നതിൻ്റെയൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ തംബ്നെയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ളോഗ്സിനെ തെറി വിളിച്ചു. ഇതാണ് തംബ്നെയിലിൽ ഉണ്ടായിരുന്ന സാധനം. ഞാൻ ആലോചിച്ചു, ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഈ പോസ്റ്റ് ഇടുന്ന വേട്ടാവളിയന്മാരുടെ അത്രയും വിവരമില്ലാത്ത ഒരുത്തനല്ല ദുൽഖർ സൽമാൻ എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ വീഡിയോ ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ എല്ലാവരും ഒരേ കാര്യം ചെയ്തത്.
ഇപ്പം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ല, അയാൾ ഒരു ക്രിമിനലാണ്. അപ്പോൾ അതിനെ ലക്കി ഭാസ്കർ എന്ന് വിളിക്കുന്നത് ആളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ സംസാരിച്ചിട്ടുള്ളത്. ആ ടൈറ്റ് ലക്കി ഭാസ്കർ എന്ന പേരിട്ടേക്കുന്നത് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണെന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് അല്ലേ? ഇതൊക്കെ നെഗറ്റീവ് സൈഡാണ്. ആ മൂവി പറ്റിയിട്ട് വന്നിരുന്ന നെഗറ്റീവ് പറഞ്ഞിട്ടാണ് ഇത്രയും വന്നിരുന്ന ന്യായീകരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അധികം സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പം തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ആ മൂവിയെ പറ്റി നെഗറ്റീവാണ് സംസാരിച്ചത്. അത് നിങ്ങളുടെ മെജോറിറ്റി നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വന്ന കമൻറ്റ് ഇടുന്ന ആൾക്കാർ പോലും നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ദുൽഖർ സൽമാൻ ഉണ്ണിയെ വിളിക്കത്തില്ല എന്ന് സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ട്. ഈ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഉണ്ണിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി വരട്ടിയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ വെച്ചതാണ്. അത്യാവശ്യം കുറച്ചുകൂടെ റീച്ച് കിട്ടും. പിന്നെ കുറേ ആൾക്കാർക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വന്നിരുന്ന് കാണും. അല്ലാതെ ഉണ്ണിയുടെ റിവ്യൂ എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനം എടുത്ത് വെക്കുന്നതിനെക്കാട്ടിയും അതിനകത്ത് ദുൽഖർ സൽമാൻ വിളിച്ചൊന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യൂസ് കിട്ടും. കാര്യം ആ മൂവിയെ പറ്റിയിട്ട് എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിട്ട് ഒരാൾ മാത്രം വന്ന് നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു രീതിയിലെടുത്തതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അത് വലിയൊരു സംഭവമായിട്ടും പിന്നെ അതൊരു പ്ലാൻഡ് അറ്റാക്കായിട്ടും അങ്ങനൊന്നും പറഞ്ഞ് ന്യായീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും അത് വർക്കായില്ലെന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ അപ്പം ഇത്രയാണ് ഈ പുള്ളി സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.